ലുസേലിലെ ആ കലാശപ്പോര് ഒരു ഫുട്ബോൾ ആരാധകനും മറക്കാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് ഫ്രാൻസിനെ പ്രണയിക്കുന്ന കളിക്കമ്പക്കാർക്ക്. ഒരു 90 മിനിറ്റിൽ ഒതുങ്ങുമെന്ന് കരുതിയ കളിയായിരുന്നു. അതോടെ അർജന്റീന ചാമ്പ്യന്മാരാകുമെന്ന് നനച്ചതായിരുന്നു. എന്നാൽ എംബാപ്പയുടെ 3 അടിയിൽ തീർന്നൊരു അർജന്റീനയാണ് നിശ്ചിത സമയത്തിന് ശേഷം കാണാൻ സാധിച്ചത്. പിന്നെ എക്സ്ട്രാ ടൈമുകളായി, പെനാൽറ്റിയായി അർജന്റീന ജേതാക്കളായി. കാലത്തെയും കാൽപന്ത് ലോകത്തെയും സാക്ഷിയാക്കി വീണ്ടൊരിക്കൽ കൂടെ ലോകത്തിനു മുമ്പിൽ കിരീടധാരികളായി ഫ്രാൻസിനെ പ്രദർശിപ്പിക്കണം. അതിന് എന്തും ചെയ്യാൻ കെൽപ്പുള്ള ഒരു ചാവേർ പടയുമായിട്ടാണ് ദശാംശ് വടക്കേ അമേരിക്കയിലേക്ക് വിമാനം കയറുന്നത്. 2014 അങ്ങയുടെ ആ വേട്ട തുടങ്ങിയതെന്ന് ഓർക്കുക. 2018 ക്രൊയേഷ്യൻ പടയെ നിരായുധരാക്കി ഫ്രാൻസ് ചരിത്രത്തിലെ ആദ്യ കിരീടമണിഞ്ഞു. അന്നാണ് ലോകം എംബാപ്പയെ ആദ്യമായി അറിയുന്നത്. 4 ആണ്ടുകൾക്ക് ശേഷവും അതേ വീരത്തോടെയാണ് ഖത്തറിന്റെ മണ്ണിനെ കീഴടക്കാൻ എത്തിയത്. എന്നാൽ അർജന്റീന അവിടെ ഫ്രഞ്ച് പടക്ക് കുരുക്കിട്ടു. ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി നടന്നകുന്ന 2022 എംബാപ്പയുടെ മുഖം ഇന്നും ഒരു നോവായി ഉള്ളിലുണ്ട്. എല്ലാത്തിനും പകരം ചോദിക്കണം. അതിനാണ് ദിദിയർ ദശാംസിന് തന്റെ അവസാന അംഗത്തിന് തന്ത്രം മെനയുന്നത്. മെയ് 14 ദശാംസ് പ്രഖ്യാപിച്ച സ്കോഡിൽ കമവിന്റെ ഇല്ല. കാബൽ ബടനായി ലോറിസിന്റെ പടിയിറക്കത്തിന് ശേഷം ദശാംസിന്റെ പേപ്പറിൽ AC മിലാന്റെ വിശ്വസ്തൻ മൈക്ക് മൈക്നനാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ബാക്കപ്പ് ഓപ്ഷനായി ലെൻസ് ഗോൾ കീപ്പർ ബ്രൈസ് സാംബയും പിന്നെ റോബിൻ റിസ്റ്ററുമുണ്ട്. പ്രതിരോധ കോട്ടയാണ് ഇവിടെ എതിരാളികളിൽ ഭയം നിറക്കുന്നത്. ഗാലിക് റൂസ്റ്റേഴ്സ് കണക്ക് ഫ്രഞ്ച് പടയുടെ ധീരത ഇവിടെ ഡിഫൻസ് നിരയാണ്. ആർസണലിന്റെ വില്യൻ സാലിബയും ബയൺ മൂണിക്കിന്റെ ഡയോട്ട് ഉപമക്കാനോയും അൽ ഹിലാലിന്റെ തിയോ ഹെർണാണ്ടസും ബാർസലോണയുടെ ജൂൾസ് കോണ്ടയും അടങ്ങുന്നതായിരിക്കും പ്രതിരോധ നിരയെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ലുക്കാസ് ഡിഗെ, ലുക്കാസ് ഹെർണാണ്ടസ്, മാലോ ഗുസ്റ്റാവോ, ഇബ്രാഹിമ കൊണാട്ടെ, മാക്സസ് എന്നിവരും ബാക്കി കിടപ്പുണ്ട്. മധ്യനിര അലങ്കരിക്കാൻ റയലിന്റെ ചൗമെനിയും റോമയുടെ കോണോയും അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി മാഞ്ചസ്റ്റർ സിറ്റിയുടെ റയാൻ ചെർക്കിയും സജ്ജമാണ്. പരിചയസമ്പന്നനായ എങ്കോളോ കാന്റെയും പിന്നെ എഡ്രിയൻ റോബിയോട്ടും വാറൻ സയറും ടീമിലുണ്ട്. ഏത് പ്രതിരോധ നിരയെയും തളച്ചിടാൻ കെൽപ്പുള്ള മുന്നേറ്റ നിരയാണ് ചാണക്യൻ ദിദിയർ ദശാംസ് നിരത്തുന്നത്. അവരുടെ മുന്നേറ്റ നിരയൊന്ന് നിങ്ങൾ നോക്കുക തന്നെ വേണം. നിലവിലെ ബാലൻഡൂർ ജേതാവ് ഉസ്മാൻ ഡെംബലയും ബയേണിന്റെ എല്ലാ നീക്കങ്ങളിലും കുന്തമുനയായി വർത്തിക്കുന്ന മൈക്കൽ ഒലീസ കൂട്ടുകെട്ടിലേക്ക് പിന്നെ കിലിയൻ എംബാപ്പയും ചേർന്നാൽ ഏത് വാക്കുകൾ കൊണ്ടാണ് അവരുടെ മൂർച്ചയെ പറഞ്ഞറിയിക്കേണ്ടത്? അയാളുടെ 26 അംഗ സ്ക്വാഡിൽ മുന്നേറ്റ നിരയിൽ മാർക്കസ് തുറാമും മാഗസും ജീൻ ഫിലിപ്പും ദുസേർ ദുവാവും പകരക്കാരുടെ വേഷത്തിലിറങ്ങും. ഗ്രൂപ്പ് ഐയിലാണ് ഫ്രാൻസിന്റെ സ്ഥാനം. ഫിഫ റാങ്കിങ്ങിൽ 14 സ്ഥാനക്കാരായ സെനഗലും യൂറോപ്പിൽ നിന്നുള്ള നോർവേയും ഏഷ്യയിൽ നിന്നുള്ള ഇറാഖുമാണ് ഫ്രഞ്ച് പടക്ക് ശത്രുപാളയത്തിലുള്ളത്. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ ഉറ്റുനോക്കുന്ന ഫ്രാൻസിന്റെ പോരാട്ടങ്ങൾക്ക് ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ 17 തുടക്കമാകും. സെനഗലാണ് ആദ്യ എതിരാളികൾ. പിന്നാലെ ജൂൺ 23 ഫിലോഡൽഫിയയിൽ ഇറാഖിനെ നേരിടും. അവസാനമായി ജൂൺ 27 നോർവേയെ നേരിടുന്നതോടെ കാര്യങ്ങൾക്ക് തീരുമാനമാകും. എന്നിരുന്നാലും കാത്തിരുന്ന് കാണാം. നിങ്ങൾ പറയൂ, ഫ്രാൻസിന്റെ ഈ സ്കോഡിനെ കുറിച്ച്. ഇത്തവണ അവർ വേൾഡ് കപ്പിന്റെ ഫൈനലിലെത്തുമോ? കിരീടം ചൂടാനാകുമോ?